വെൽക്കം ടു അപർണാസ് ക്യാൻവാസ്. ഇന്ന് നമ്മൾ തേർഡ് ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് പോകുന്നത് കിങ്സ് വെസ്റ്റേൺ ഹൗസ് ബ്ലേസ് കാസലിന് കുറച്ചടുത്തായിട്ടാണ്. അപ്പോൾ വെൽക്കം. ഇന്ന് ഞാൻ തനിച്ചല്ല, ഇന്ന് നിസ്ത ഉണ്ട്, വിഷ്ണു ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സാണ്, അവരെയും കൂട്ടിയിട്ടാണ് ഇന്ന്. അങ്ങനെ നമ്മളിന്ന് പുതിയൊരു റൂട്ടാണ്. ആദ്യം കുറച്ച് വാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനും. ഇതൊക്കെ ഞാൻ പയ്യെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കിങ്സ് വെസ്റ്റേൺ ഹൗസ് ആൻഡ് എസ്റ്റേറ്റ് എന്നാണ്. ഹെൻബറിക്ക് അടുത്തായിട്ടുള്ള സ്ഥലമാണ്. നാഷണൽ സൈക്കിൾ നെറ്റ്വർക്ക് കാണത്തില്ല. സിനിമാറ്റിക് മോഡാണ്. സിനിമാറ്റിക് മോഡ് കൊള്ളാം, സ്റ്റെബിലിറ്റി ഉണ്ട്. ഇവരെ ഇന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചല്ല. അതാണ് നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ നമുക്കതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് മടിയാണ്. ഓഫ് റോഡാണ്, ഓഫ് റോഡ്. അയ്യോ, അവരെ കണ്ടാ ഞാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയ ആ റൂട്ട് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അഡ്വെഞ്ചർ അല്ല എനിക്ക് തോന്നുന്നു. അമ്മേ, അയ്യോ വിഷ്ണു, നൈസ്. കാടൊന്നുമല്ല, ജസ്റ്റ് ഒരു വഴിയല്ലേ. മരങ്ങളൊക്കെ ആരായിരിക്കും ഈ വഴി ഇങ്ങനെ വെട്ടിത്തെളിച്ച് വെച്ചത്? വേരുകളിൽ കൂടി നമ്മളിങ്ങനെ ഇതാരിത്? ഒരാളിരിക്കുന്ന കണ്ടോ? ഞാൻ കണ്ടില്ല, അങ്ങ് വരണം. ഓക്കെ, ഇതാരിത്? താഴെ രണ്ടാൾക്കാരുണ്ട്. അതല്ല, ഈ രണ്ടാൾക്കാരതേ ഇവിടെ ഒരാള് അതിന്റെ മേളില് കയ്യൊക്കെ കുത്തിയിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടില്ലെന്നു. നൈസ്. ഓക്കെ, ഭീകര ഒരു മരമാണല്ലേ, നല്ല പ്രായമുള്ള മരമാണ്. ഓ, ഞാൻ അങ്ങോട്ട് ചെന്നാലേ നിസ്തായിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. പൊക്കോളൂ പൊക്കോളൂ പൊക്കോളൂ. ഭീകര ഒരു മരത്തിന്റെ ചോട്ടിലാണ് ഇത് കൊണ്ട് നയിച്ചിരിക്കുന്നത്. ഓ, തന്നെ ഇരിക്കുകയാണ്. മെയിൻ റോഡെത്തി. ഇവിടെ ഇങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരും, കാട് പോലെ. In 300 yards, turn right onto Kings Western Road, B4057. കുറച്ച് കാട്ടുപൂക്കളൊക്കെ. വാവ്, ദോ നിൽക്കുന്ന കണ്ടോ? ആരാണിത്? രണ്ട് അടിപൊളി കുതിരകൾ. റൈറ്റ് സൈഡ് നോക്കി നിസ്ത, കുതിര. ഇവിടെ കൂടുതൽ ഇങ്ങനെ കാറ്റൽ ഫാമാന്ന് തോന്നുന്നു, ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് കുതിരകൾക്ക് മേയാൻ വേണ്ടിയിട്ട്. പൊളി സാധനം അല്ലേ? ഉടുപ്പൊക്കെ ഇടിച്ച് സെറ്റാക്കി നിർത്തേക്കാ. അവിടെ സൂപ്പിട്ടേക്കാണ്. ഫോക്കസ് കുറച്ച് കുറവായത് ക്ഷമിക്കുക. കുതിരേൻ്റെ മെരുക്കുന്നൊക്കെ സ്ഥലമാണ്. ദേവൻ റൈഡിങ് സെന്റർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ വരാട്ടോ. ഓപ്പൺ ഡേ, ഫ്രീ എൻട്രി ഒക്കെയാണ്. ദേവൻ സെന്റർ റൈഡിങ് ഡിസ്പ്ലേസ്, ഹോഴ്സ് ആൻഡ് പോണി റൈഡ്സ്, മീറ്റ് ദ ഹോഴ്സസ്. കുതിരേനൊക്കെ ഇഷ്ടമുള്ളവർക്ക് വരാം. കുതിരനെ കൊണ്ടുവന്നിരിക്കുന്നതാണെന്ന് തോന്നുന്നു. കണ്ടോ, അടിപൊളി.
ഇന്നലെ വന്ന പോലെ സെയിം ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് കേട്ടോ. യെസ്, ഇത് ഇന്നലെ നമ്മൾ വന്ന കാസിലിന്റെ വഴിയാണ്. കാസിൽ എവിടേക്കാണ്? ഇത് വേറെ കുറച്ച് വഴിയില്ലാന്ന് തോന്നുന്നു. പറ്റില്ല, അത് ഇന്നലെ എനിക്ക് മനസ്സിലായതാണ്, മെനങ്ങാതെ എനിക്ക് മനസ്സിലായതാണ്. ഇങ്ങനെ പോരെ? ഛേ, വരൂ, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാ നടന്നു വന്ന് ഇവിടെ ഇരിക്കൂ. കുറച്ചേരം ഇരുന്നിട്ട് പോവാം. എങ്ങനെയുണ്ട്? ഓക്കെ, അത് കുറച്ച് നമ്മൾ പയ്യെ പയ്യെ പോയാൽ മതി, ധൃതി ഒന്നുമില്ല നമുക്ക്. വരൂ, ഇവിടെ കിടക്കൂ, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പച്ച പുൽത്തകിടികൾ. തിരിച്ച് വീട്ടിലോട്ട് ഡയറക്ഷൻ നോക്കുന്ന 7 മിനിറ്റ്, 6 മിനിറ്റ് അങ്ങോട്ട്, 7 മിനിറ്റ് ഇങ്ങോട്ട്. ഏത് വേണം നിനക്ക്? 7 മിനിറ്റ് അങ്ങോട്ട്. ബ്ലേസ് കാസിലിന്റെ അടുത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ വേറെ റൂട്ടിലാണ് പക്ഷെ വന്നത്. കാരണം ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് അതെന്തായാലും നന്നായി. വേറൊരു റൂട്ടും കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഹെൻബറിൽ നിന്ന് ഒരു 11 മിനിറ്റ്സ് ആണ് ഇങ്ങോട്ട് കാണിക്കുന്നത്. സൗത്ത് മെയ്ഡ് പെൻ പാർക്ക് റോഡിന് ഒരു 22 മിനിറ്റ്സ്. വീണ്ടും മെയിൻ റോഡിലോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ മറ്റേത് അങ്ങോട്ട് ടച്ച് ചെയ്യുന്നില്ല, കാസിലോട്ട് നമ്മൾ പോകുന്നില്ല, അങ്ങോട്ട് ഇറങ്ങുവാണ്. വെസ്റ്റേൺ സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നൈസ് അല്ലേ? അടിപൊളി, ഹെവി. ഓ, നേരെ കാണുന്നതാണ്, ദോ അവിടെയൊക്കെ കാണുന്നില്ല, അതാണ് കിങ്സ് വെസ്റ്റേൺ ഹൗസ്. അവർക്ക് വേണ്ടിയിട്ടും കൂടെ വെയിറ്റ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ട്. തൊട്ടടുത്താണ്. ശരിക്കും ഇവരുടെ കൂടെ വന്നോണ്ടാണ് കേട്ടോ ഇത്രയും എനിക്കൊരു സുഖമായിട്ട് വരാൻ പറ്റിയത്. ബട്ട് അവർക്ക് ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ചൊരു ടഫാണ്. അവർക്ക് 10 മിനിറ്റ്സേ കാണിച്ചുള്ളൂ, പക്ഷേ അതൊരു ലോങ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അവിടെ കുറച്ച് വെയിൽ കുറവുണ്ട്, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് സൈഡാക്കാം. കിങ്സ് വെസ്റ്റേൺ ഹൗസ്, അവിടേക്കാണ് നമ്മൾ കയറാൻ പോണത്. കഫേ ഉണ്ടെന്ന് തോന്നുന്നു, ഒരു കോഫി ഒക്കെ കുടിക്കാം നമുക്ക്. നമ്മൾ കയറാൻ പോവാൻ. Slide left, then your destination will be on the left. Nice. Nice. Slight left അല്ലേ പറഞ്ഞ? ഓക്കെ, നല്ല വ്യൂ പോയിന്റ് എന്തോ ഞാൻ കാണുന്നു. ഒരു നല്ല വ്യൂ പോയിന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. Your destination is on the left. Oh, wow. Yes. Bristol Cafe ആണിത്. ഇതിപ്പോൾ കഫേ ഒക്കെ ആക്കിയേക്കുന്നതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഓ, അത് രസമുണ്ടല്ലേ അങ്ങറ്റത്തെ റോഡ്. ആൻഡ് ഇത് കൊള്ളാലോ, ഇവിടേക്ക് ഒരു പ്രൊജക്ഷൻ കണ്ടോ, ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ പോലെ ഫീൽ ചെയ്യുന്നു. ഏവൻമൗത്ത് ആകാൻ ഡാൻസ് ഉണ്ട്, നോക്കണം. ചേച്ചിയും കൂടെ സ്നേഹിച്ച് വരുന്നുണ്ട്. സൈക്കിളും കൂടെ കൂട്ടാനുള്ള പരിപാടിയിലാണ്. എത്തോ? അയ്യോ ഇല്ല, ഇല്ല. ഓ, യു ഡിഡ് ഇറ്റ്, സൂപ്പർ. നൈസ്. ഒരു തണുത്ത സ്ഥലം നോക്കിയിരുന്നു. നമുക്ക് പോയി ഓർഡർ ചെയ്തിട്ട് വന്നാലോ? നൈസ്. ഇതൊരു കഫേയാണ്. ഇതിനകം നമ്മുടെ പഴയ സംഭവത്തിൻ്റെ പുതിയതാണെന്ന് തോന്നുന്നു. അകം ഭയങ്കര ലക്ഷറിയാണ്. നമുക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് വാങ്ങണം. ഇങ്ങനെ റോബർട്ട് സൗത്ത് വെൽ 1702. ഇത് 70,000 ബിൽഡിംഗ് ആണ് ശരിക്കും. ചീസ് കേക്ക് നമ്മൾ പണ്ട് പോണ്ടിച്ചേരി പോയപ്പോൾ ട്രൈ ചെയ്തത്. എനിക്ക് ഈ ടേബിൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു വ്യൂ അല്ലേ, ഈ ഡിസൈനും ഈ ടേബിളും നിസ്തായും. ചീസ് കേക്ക്
വെക്കല്ലേ എന്റെ മിസ്റ്റ് ഓണായി കീ കൊടുത്തു കീ കൊടുത്തോ? അതെ കീ കൊടുത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ലെമൺ ആയിരുന്നു, ലെമൺ ചീസ് കേക്ക് ആണ്. ചീസ് കേക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ലെമൺ ചീസ് കേക്ക് കുഴപ്പമില്ല. ഈ ഒരു സെറ്റപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണെന്ന് ശരിക്കും അറിയില്ല. നമ്മളൊരു സൈക്കിൾ സെറ്റപ്പിനാണല്ലോ വന്നത്. ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ, പെൻപോൾ പോയിന്റ്, ഗാർഡൻ ഒക്കെ ഉണ്ട്. ഈ രാജാക്കന്മാർക്ക് എന്ത് സുഖമല്ലേ ഇത്രയും വലിയൊരു സെറ്റപ്പിൽ താമസിച്ചിട്ട് ഇങ്ങനെ ഗ്രൗണ്ട് പോലെ ഇങ്ങനെ ഇട്ടേക്കുന്ന പരിപാടി. ദെൻ വ്യൂ ഇതായിരുന്നില്ല ആക്ച്വലി അല്ലേ? അല്ല, ഇതൊക്കെ ഇപ്പം വന്ന ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ആ സെവൺ ബീച്ചിന്റെ സൈഡ്, ബീച്ച് അവിടെ ഉണ്ട്, സെവൺ ഒക്കെ. പക്ഷെ ഇത് കൊള്ളാല്ലേ, ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും ചിലപ്പോ. ഇവിടുത്തെ ഗുണം അതാണ്, ഈ വെയിലാണേലും 2:45 സമയമൊക്കെ വന്നിട്ട് ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കും. എന്താ ഓ, എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടോ അതിന്റെ സെറ്റപ്പ്, ഗ്ലാസ്. എനിക്ക് വരുന്ന സെറ്റപ്പ് നോക്കാം നമുക്ക്. താങ്ക് യു. ഇനി എന്ത് വേണം? ആ ക്രീം കണ്ടോടാ. പക്ഷെ ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടുള്ളൂ, അതെ ഇന്ന് വരെ കണ്ട ഹോട്ട് ചോക്ലേറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കണ്ടപ്പോ ഇങ്ങനെ ക്രീം ഇങ്ങനെ നിറച്ച് വെച്ചേക്കുന്നത്. അത് ഇങ്ങനെ ഫ്ലവറി, ഇതൊരു ഫ്ലവർ സെറ്റപ്പ്. പണ്ടത്തൊക്കെ നമ്മളെ ഷേക്സ്പിയറിന്റെ ഒക്കെ പഠിക്കുന്ന പോലെ കിങ്ങിനെയൊക്കെ കണ്ടോ? വൈഫ് എലിസബത്ത്. ഓ, ശരിക്കും ഉള്ളതായിരുന്നു, ശരിക്കും അയാൾ തന്നെയായിരുന്നു കിങ്. എഡ്വേർഡ് സൗത്ത്വെല്ലും വൈഫ് എലിസബത്ത്. ഇതും സൂപ്പറാണ് കേട്ടോ, അടിപൊളി. ഞാൻ ആസ്വദിച്ചു വരുന്നു. ഇതുണ്ടോ ഒരു പെണ്ണിന്റെ ഇതും, ദെൻ കാല് കണ്ടിട്ടൊരു ലയണിന്റെ പോലെ ഉണ്ടോ? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ലയൺ പോലെ ഫീൽ ചെയ്യുന്നേ കണ്ടോ? ഓ, ഇങ്ങനെയാണോ? ഇങ്ങനെ നോക്കിയാണ് നിൽക്കുന്നത്. ഇങ്ങനൊരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ. ഉള്ളതല്ലേ? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നമ്മുടെ മാൻഡേറ്ററി പിക്ക് എടുക്കണ്ടേ. അങ്ങനെ കിങ്സ് വെസ്റ്റേണിൽ നമ്മൾ വന്നിരിക്കുകയാണ്. കിങ്സ് വെസ്റ്റേൺ ഹൗസ് ഒരു സൗത്ത്വെൽ ഫാമിലിയിലുള്ള കിങ്സ് താമസിച്ചിരുന്ന സ്ഥലമാണ്. നൈസ്. നമുക്കൊരു ഫോട്ടോ എടുക്കാം അല്ലേ? നമ്മുടെ നല്ലൊരു പിക്ചർ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഈ ഒരു വണ്ടി കൊണ്ട് നമ്മുടെ നിർത്തി. ഇങ്ങനത്തെ ഒക്കെ ഉള്ള ബിൽഡിങ്സ് ഒക്കെ ഇപ്പോഴും ഇവിടെ വർക്കിംഗ് ആണ്. അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഒരു മോണമെന്റ് ആയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നില്ല, അതൊക്കെ ഇങ്ങനെ സ്റ്റിൽ വർക്കിംഗ് ആണ്. ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ബിൽഡിങ്സ് ഒക്കെ. അതിനകം ഫുൾ കഫേ കാര്യങ്ങളൊക്കെയാണ്. ഒരെണ്ണത്തിൽ നമ്മൾ കയറിയല്ലോ, നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞു. നമ്മുടെ 3rd ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇങ്ങനെ ഒരു സെഷൻ കൂടെ ഈ ഒരു ഇതിൻ്റെ സൈഡിലുണ്ട്. ഇതിനകത്തൂടെ നടന്നൊക്കെ പോകാൻ നല്ല രസമായിരിക്കും. കണ്ടോ മരങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങുവാണ്. നല്ലൊരു പ്ലേസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു സൈക്ലിങ്ങിന് വന്നുകൊണ്ട് മാത്രം കണ്ട് പിടിച്ച കുറച്ച് സ്ഥലങ്ങളാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അറിയത്തില്ലായിരുന്നു. ട്യൂലിപ്സിൻ്റെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന തോട്ടമൊക്കെ കുറേ ദൂരെയാണ്. പക്ഷെ അത് ഏതാണ്ടോ കുറച്ച് അവിടെയുണ്ട്, ദെൻ ആ ഭാഗത്തുണ്ട് ട്യൂലിപ്സ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, നല്ല ഭംഗിയാണ്. എന്ത് ഭംഗിയാ! അയ്യോ, ഇതിങ്ങനെ പെയിന്റ് കളറൊക്കെ ഇങ്ങനെ തൂകി വിട്ടേക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. ഇതിപ്പോൾ ആയി വരുന്നേ ഉള്ളായിരിക്കും. ഇത്ര ഒരുമിച്ച് നിൽക്കുന്നത് ഈ ഒരു ഇടയിൽ ഇവിടെ മാത്രമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ വേറെ എങ്ങും കണ്ടില്ല. അടിപൊളി. ഇനി അവിടെ ആയിട്ടും ഉണ്ട്. ഇവിടെ കുറച്ചും കൂടെ മൊട്ടാണ്, രസമുണ്ട്.
ദാ. അങ്ങനെ എൻ്റെ 3rd ഡേ ഇവിടെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ പനപ്പള്ളി നഗറിലെ മറ്റേ സെൻറ്റർ പാർക്ക്, ആ ഒരു ഫീലാണ്.